48 മണിക്കൂറിനുള്ളിൽ ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയുടെ കേസുകൾ ഉയരുകയാണ് ജപ്പാനിൽ. ജപ്പാൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് 1999 മുതൽ നിരീക്ഷിച്ചുവരുന്ന ഒരു ഗുരുതരമായ ബാക്ടീരിയ ഇൻഫെക്ഷനാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. ഇതിന് കാരണം ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് അഥവാ സ്ട്രെപ് റോട്ട് എന്ന് അറിയപ്പെടുന്ന ബാക്ടീരിയയാണ്. സാധാരണയായി ഇത് ഗുരുതരമായതല്ല. പക്ഷേ ഇത് ആഴത്തിലുള്ള ചർമ്മത്തിലും രക്തത്തിലും വ്യാപിക്കുകയാണെങ്കിൽ അത് ജീവൻ നഷ്ടമാക്കുന്നതാകാം. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ 1000-ത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത 941 കേസുകൾക്കുമപ്പുറമാണിത്. ഈ വർധനവ് തുടർന്നാൽ ഈ വർഷം കേസുകളുടെ എണ്ണം 2500-ലെത്തുമെന്ന് വിദഗ്ധർ പറയുന്നു. ടോക്കിയോ വുമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗങ്ങളെപ്പറ്റി പഠിക്കുന്ന പ്രൊഫസർ കെൻകെ കച്ചെ ഈ രോഗം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്ന് പറയുന്നു. ഇൻഫെക്ഷനുള്ള ബഹുഭൂരിഭാഗം ആളുകൾക്കും 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്നു. ഡോക്ടർമാർക്ക് പ്രവർത്തിക്കാൻ വളരെ കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ. 30% വരെയാണ് മരണനിരക്കെന്നും ഡോക്ടർ പറയുന്നു. ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ ഫ്ലൂ പോലെയാണ്. പനി, ചുമ, പേശിവേദന, ക്ഷീണം ഒക്കെയാണ്. 48 മണിക്കൂറിനുള്ളിൽ രോഗികൾക്ക് താഴ്ന്ന രക്തസമ്മർദ്ദം, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, ഗുരുതരമായ അവയവ തകരാറുകൾ, ഷോക്ക് എന്നിവ അനുഭവപ്പെടാം. ഇത് വീട്ടിൽ വിശ്രമിച്ചാൽ ശരിയാകുന്ന ഒന്നല്ല. രോഗികൾക്ക് ആശുപത്രി പരിചരണം നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. ഷോക്കിനെ നേരിടാനും അവയവങ്ങളുടെ തകരാറിനെ നേരിടാനും ചികിത്സകൾ ആവശ്യമാണ്. കൂടുതൽ ഗുരുതരമായ കേസുകളിൽ ബാധിച്ച ഭാഗം നീക്കം ചെയ്യുന്നതിനായി ശസ്ത്രക്രിയ വേണ്ടിവരാം. ഈ അസുഖത്തിന്റെ വ്യാപനം എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത് എന്നത് വ്യക്തമല്ല. കോവിഡ്-19 നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം പല രോഗങ്ങളും വർദ്ധിച്ചു. എന്നാൽ ബാക്കി രോഗങ്ങൾ കുറയുമ്പോഴും ഈ അസുഖം ഉയർന്ന നിലയിൽ തുടരുന്നു. അസുഖത്തെ തടയാൻ നല്ല ശുചിത്വം പാലിക്കുക, കൈ നന്നായി കഴുകുക, ചുമ, തുമ്മൽ എന്നിവ തൂവാല കൊണ്ട് മറയ്ക്കുക, മുറിവുകളും ചർമ്മ അണുബാധകളും ശരിയായ രീതിയിൽ പരിചരിക്കുക. തുറന്ന മുറിവുകളോ ചർമ്മ അണുബാധയോ ഉണ്ടെങ്കിൽ നീന്തൽ കുളങ്ങൾ, നദികൾ, സമുദ്രം, ഹോട്ട് ടബ് എന്നിവയിൽ ഇറങ്ങാതിരിക്കുക. 65 വയസ്സിന് മുകളിലുള്ള രോഗികൾക്ക് ആന്റിബയോട്ടിക്കുകൾ സഹായകരമായിരിക്കും. ഈ രോഗം കൂടുതൽ പടരാതെ നിയന്ത്രണത്തിൽ ആവട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതുപോലുള്ള അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും.